Hey my dear friends, welcome to our second camping trip. സാൻഡ് ബാങ്ക്സ് പ്രൊവിൻഷ്യൽ പാർക്ക്. ആ പേര് കേൾക്കുമ്പോൾ തന്നെ ആദ്യം ഞാൻ ഈ പാർക്കിലേക്ക് വരുന്നതിന് മുമ്പ് ഞാൻ ഈ പേര് കേട്ടപ്പോൾ സാൻഡ് ബാങ്ക്സ് എന്ന് കേട്ടപ്പോഴത്തേക്ക് ഞാൻ വിചാരിച്ച സാൻഡ് പ്ലസ് ബാങ്ക്സ്, മണ്ണും പിന്നെ ബാങ്ക് എന്ന് കേട്ടപ്പോൾ ഞാൻ വിചാരിച്ച കുറേ മണ്ണൊക്കെ ഉണ്ടാകുന്നത്. എക്സാക്ട്ലി അതുപോലെ തന്നെ സെയിമാണ് ഇവിടുത്തെ സാൻഡ് ഡ്യൂൺസ് എന്ന് പറയുന്ന ഒരു നേച്ചറിൻ്റെ ഒരു ആർട്ട് വർക്ക് ഈ സാൻഡ് ബാങ്ക്സ് പ്രൊവിൻഷ്യൽ പാർക്കിൽ കാണാം. അപ്പോൾ ഈ വ്ളോഗ് എനിക്ക് ഭയങ്കര ഫേവററ്റ് ആയിട്ടുള്ളൊരു വ്ളോഗായിരിക്കും. കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞ് കഴിഞ്ഞാൽ എനിക്ക് എൻ്റെ ഫേവററ്റ് ആയിട്ടുള്ള ക്യാമ്പ് സൈറ്റ് തന്നെ എനിക്ക് കിട്ടി. കിൽബിയറിലെ പോലെ തന്നെ ഇവിടെ എനിക്ക് കിട്ടി. സോ ഐ എം സോ ഹാപ്പി അബൌട്ട് ദാറ്റ്. എന്താണെന്ന് വെച്ചാൽ ഇവിടുത്തെ ക്യാമ്പ് സൈറ്റ് ഭയങ്കര ബുക്കിംഗ് ആയിരിക്കും എപ്പോഴും. ഇതൊരു പ്രീമിയം കൈൻഡ് ഓഫ് ബീച്ചായിട്ടാണ് പ്രീമിയം കൈൻഡ് ഓഫ് ക്യാമ്പ് സൈറ്റ് ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തേക്കുന്നത് എൻ്റെ ഇതുവരെയുള്ള എക്സ്പീരിയൻസിൽ. 3 ബീച്ചാണ് ഈ സാൻഡ് ബാങ്ക്സ് പ്രൊവിൻഷ്യൽ പാർക്കിലുള്ളത്. ഒന്ന് ഡ്യൂൺസ് ബീച്ച്, പിന്നെ ഒന്ന് ലേക്ക് ഷോർ ബീച്ച് ആൻഡ് ഔട്ട്ലെറ്റ് ബീച്ച്. ഈ ഡ്യൂൺസ് ബീച്ചാണ് ഇവിടുത്തെ ഏറ്റവും ഹൈലൈറ്റ്. എൻ്റെ ക്യാമ്പ് സൈറ്റ് എന്ന് പറയുന്നത് ഔട്ട്ലെറ്റ് ബീച്ചിലാണ്. ലേക്ക് ഒൻറ്റാറിയോയുടെ തീരത്ത് തന്നെയുള്ള സൈറ്റ് നമ്പർ 24 ആൻഡ് ദിസ് ഈസ് എ സെക്കൻഡ് ടൈം ഐ എം ക്യാമ്പിങ് അറ്റ് ദ സെയിം സ്പോട്ട്. ആ ക്യാമ്പ് സ്പോട്ട് എനിക്ക് ഇഷ്ടപ്പെടാനുള്ള ഒത്തിരി റീസണുകളുണ്ട്. അത് ഈ വ്ളോഗിൽ മുഴുവനും നിങ്ങൾക്ക് എക്സ്പീരിയൻസ് ചെയ്യുമ്പോഴത്തേക്കും മനസ്സിലാവും ആ ഒരൊറ്റ പർട്ടിക്കുലർ സ്പോട്ടിനുള്ള പ്രത്യേകതകൾ എന്തൊക്കെയാണെന്ന്. ഇവിടുത്തെ ആ സൺസെറ്റിൻ്റെ ടൈമിലുള്ള ആ ലേക്ക് ഒൻറ്റാരിയോയിൽ വിത്ത് വേവ്സോട് കൂടിയുള്ള റിഫ്ലക്ഷൻസ് കാണാനായിട്ട് നല്ല ഫീലാണ്. ഒത്തിരി ഷാലോ ആയിട്ടുള്ള വാട്ടർ ആയതുകൊണ്ട് നമുക്ക് പാഡലിങ് ചെയ്യാനും പിന്നെ കയാക്കിങ്ങിൻ്റെയൊക്കെ ഒരു ബിഗിനേഴ്സിന് ഏറ്റവും പറ്റിയ ഒരു ബീച്ചാണ്. സോ സാൻഡ് ബാങ്ക്സ് പ്രൊവിൻഷ്യൽ പാർക്ക് ഐ ഗോണ ഗീവ് റാങ്ക് നമ്പർ 4 ഇൻ മൈ ലിസ്റ്റ്. അപ്പോൾ അതൊക്കെയാണ് നമ്മുടെ intro scene of Sandbanks Provincial Park. Totally we're going to experience the whole vibe of this park. Okay, so let's go to my campsite number 24 in Outlet Beach near to the Lake Ontario. Let's go. അങ്ങനെ ഞാൻ കാർ സൈഡാക്കി നമ്മുടെ ക്യാമ്പ് സൈറ്റിലേക്ക് ഇറങ്ങി. സംഭവം സെറ്റ് സ്ഥലോട്ടോ ഇത്. കഴിഞ്ഞ തവണ വന്നപ്പോഴത്തേക്കും കുറച്ച് വിൻഡിയായിരുന്നു, പക്ഷെ ഇത്തവണ ഉണ്ടല്ലോ പെർഫെക്റ്റ്. പൊളി ഇത് കണ്ടോ? ഞാൻ പറഞ്ഞില്ലേ ഒരു കരീബിയൻ സ്റ്റൈല് ബീച്ചിൻ്റെ ഒക്കെ ഒരു ഫീൽ ഉണ്ടെന്ന് ഞാൻ പറഞ്ഞില്ലേ. ഒരു ലൈറ്റ് ബ്ലൂയിഷ് കളറിലെ ഏകദേശം ആ ഒരു ഫീലില്ലേ. എങ്ങനെയുണ്ട്? അപ്പോൾ നേരെ ഇതാണ് നമ്മുടെ ക്യാമ്പ് സൈറ്റ്. എങ്ങനെയുണ്ട്? ബ്യൂട്ടിഫുൾ അല്ലേ? നമ്മുടെ കിൽബിയർ പോലല്ലേ ഇവിടെ ഒരു പാർക്ക് ടേബിളുള്ളൂ. നമ്മുടെ ഫയർ പ്ലേസ് നല്ല ഭംഗിയില്ല കാണാനായിട്ട്. അപ്പോൾ നമ്മുടെ ആദ്യത്തെ പരിപാടി നമ്മുടെ പാർക്ക് ടേബിൾ ക്ലീനിങ്, അതേപോലെ തന്നെ നമ്മുടെ ഫയർ പ്ലേസും ക്ലീൻ ചെയ്യണം. അപ്പോൾ ഞാൻ ഡ്രസ്സൊക്കെ മാറിയിട്ട് നമ്മുടെ ടെൻ്റ് അടിക്കാനുള്ള പരിപാടി തുടങ്ങാം. ഓക്കെ, സെറ്റ്. Two minutes, tent ready.
So my kitchen tent or my dining tent is ready. My sleeping tent is ready. അങ്ങനെ എൻ്റെ ഹാമോക്ക് കൂടെ ഞാൻ സെറ്റ് ചെയ്തു. സോ ഇനി മൊത്തം ചില്ലിങ് വൈബായിരിക്കും. അവിടെ നോക്കിയേ, നല്ല വെതർ. ഇപ്പോൾ 25 ഡിഗ്രി സെൽഷ്യസ് ആട്ടോ നമുക്ക് ഇവിടെ ക്ലൈമറ്റ് കിട്ടിയേക്കുന്നത്. വിൻഡും ഏകദേശം ഓക്കെയാണ്. സോ ഐ എം സോ ഹാപ്പി. അപ്പോൾ ഞാൻ വന്ന് ടെൻ്റൊക്കെ സെറ്റ് ചെയ്തിട്ട് നേരെ ഹാമോക്കും കൂടി അടിച്ചു കഴിഞ്ഞ് ജസ്റ്റ് ഒന്ന് പോയി ഹാമോക്കിൽ പോയി കിടന്നു. ചെറുതായിട്ടൊന്ന് ഉറങ്ങിപ്പോയതിൻ്റെ മെയിൻ റീസൺ ഒന്നും അല്ല, ഇവിടുത്തെ കാറ്റും ഈ വേവ്സിൻ്റെ സൗണ്ടും നല്ലൊരു വൈബായിരുന്നു. ഇതാണ് ഈസ്റ്റേൺ കോട്ടൺ വുഡ് എന്ന് പറയുന്ന മരം. ഞാൻ ഗൂഗിളിൽ നോക്കിയപ്പോഴും എൻ്റെ പേര് പഠിച്ചത്. ഈ സംഭവം ഇതേപോലത്തെ ബീച്ചുകളിലാണ് കൂടുതൽ കാണുന്നത്. ഇതിൻ്റെ ഇലകൾ ഇങ്ങനെ കാറ്റത്ത് അടിക്കുമ്പോഴത്തേക്കുള്ളൊരു ശബ്ദം, അതും ഈ വേവ്സിൻ്റെ സൗണ്ടും കൂടി കൂടുമ്പോഴത്തേക്കും നല്ലൊരു ഫീലാണ് കിടന്നുറങ്ങുമ്പോൾ. പ്രത്യേകിച്ച് ഹാമോക്കിൽ നമ്മളിങ്ങനെ പതുക്കെ ഇങ്ങനെ ഉറങ്ങുമ്പോൾ നല്ലൊരു ഫീലാണ്. ഈ സാൻഡ് ബാങ്ക് ബീച്ചിൽ ഇപ്പോൾ ഞാനിതെല്ലാം കഴിഞ്ഞ് നേരെ വന്നിറങ്ങിയപ്പോൾ എൻ്റെ സൺസെറ്റിൻ്റെ ടൈമായി. പിന്നെ കിൽബിയറിൽ കണ്ട സൺസെറ്റ് പോലെയും തന്നെ അത്രയും ബ്യൂട്ടിഫുള്ളാണ് ഇവിടുത്തെ സൺസെറ്റും. കാര്യം എന്താണെന്ന് വെച്ചാൽ എൻ്റെ ക്യാമ്പ് സൈറ്റ് ബീച്ചിന് തൊട്ടടുത്തായതുകൊണ്ട് എനിക്ക് എപ്പോൾ വേണമെങ്കിലും എനിക്ക് സ്കൈ ആണ്. ഈ സൺസെറ്റ് കഴിഞ്ഞാലും രാത്രി എനിക്ക് എപ്പോൾ വേണമെങ്കിലും ബീച്ചിൽ വന്നാൽ ബീച്ചിൽ അത്യാവശ്യം നല്ല ലൈറ്റ് ഉണ്ട്. പക്ഷേ ക്യാമറ അത്രയ്ക്ക് നല്ല ക്ലിയർ ആയിട്ട് ഷൂട്ട് കിട്ടാത്തത് കൊണ്ടാണ്. പിന്നെ ആ ഹാമോക്കിൽ കിടന്ന് നേരെ ഇന്ന് നല്ല സ്റ്റാർസ് കാണിക്കുന്നുണ്ട്. അപ്പം രാത്രി ആ ഹാമോക്കിൽ കിടന്ന് ഈ സ്റ്റാർസ് കാണാനും ടോട്ടലി നല്ല വൈബാണ് സാൻഡ് ബാങ്ക്സ്. ഇത് കണ്ടോ, ഒരു ഗോൾഡൻ കളർ. കറക്റ്റ് ലേക്ക് ഒണ്ടാരിയോയിലേക്ക് ഈ ടൈമിൽ നമ്മൾ ഈ സൺസെറ്റ് നമ്മൾ നോക്കുമ്പോഴത്തേക്കും കറക്റ്റായിട്ട് എന്താ പറയുക, ഒരു ഗോൾഡൻ കളറിലെ ഒരു ലൈൻ കാണാം. കണ്ടോ, ഒരു ബ്ലൂയിഷ് കളറിലെ വാട്ടറും ആ ഒരു ഇതും കൂടി വരുമ്പോഴത്തേക്ക് ഈ ലേക്ക് ഒണ്ടാരിയോ കാണാൻ എന്ത് ബ്യൂട്ടിഫുൾ ആണെന്ന് അറിയാമോ. ഞാൻ പറഞ്ഞില്ലേ, ഇവിടുത്തെ ഈ ബീച്ചിൽ ഈ സമയത്തൊക്കെ ഇറങ്ങി നടക്കാൻ തന്നെ നല്ല രസമാണ്. വെള്ളത്തിനൊരു ലൈറ്റായിട്ടൊരു ചൂടുണ്ട്, നല്ല തണുപ്പില്ല. നമ്മൾ ഒരു തവണ നമ്മൾ ഈ ഒരു സൺസെറ്റ് എൻജോയ് ചെയ്യാനായിട്ട് നമ്മൾ ഇറങ്ങി തിരിച്ചാൽ ഉറപ്പായിട്ട് നമ്മൾ നെക്സ്റ്റ് ഉള്ള ഓൾമോസ്റ്റ് എല്ലാ സീസണിലും നമ്മളിവിടെ വന്ന് ഇരിക്കും. അത് ഈ ബീച്ചിൻ്റെ ഒരു മാജിക്കാണത്.